time I have the honor to present to you the moral leader of our nation. I have the pleasure to present to you Dr. Martin Luther King, Jr. ഞാൻ അബൂബക്കർ. ഇന്ന് എന്തെഴുതി തുടങ്ങണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് ഞാൻ എന്നെക്കുറിച്ച് തന്നെ എഴുതുകയാണ്. വളരെ ലളിതമായി എന്നെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഞാനൊരു എഴുത്തുകാരനാണ്. അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള അവകാശമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതാണ് എൻ്റെ ആഗ്രഹം. എഴുതുവാൻ ആദ്യം വരേണ്ടത് ആശയങ്ങളാണല്ലോ. അതാണല്ലോ അക്ഷരങ്ങളായി മാറുന്നതും. കൂടുതൽ വാക്കുകൾ എഴുതുവാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല. കുറഞ്ഞ വാക്കുകൾ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയണം. വളരെ മനോഹരമായ പദങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചില വാക്കുകൾ ഉണ്ടാക്കിയാലും പലപ്പോഴും അതൊന്നും ആരെടുത്ത് വായിക്കില്ലെന്നേ. അവർക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം അവരതെടുത്ത് വായിക്കണ്ടേ. അതിനേക്കാളേറെ ഏറ്റവും നല്ലത് നമ്മൾ എഴുതി വെച്ച കാര്യം അവരോടങ്ങ് തുറന്ന് സംസാരിക്കുക. നമ്മൾ സംസാരിക്കുന്നത് തന്നെ ഇന്നൊരാൾ കുറച്ചു നേരമെങ്കിലും ചെവി കൊള്ളണമെങ്കിൽ നമുക്കതിന് മധുരമുള്ള ശബ്ദം വേണം, പ്രൗഢമായ ശബ്ദം വേണം. ചില ശബ്ദങ്ങൾ സ്നേഹം പൊയിച്ച് വസന്തം സൃഷ്ടിച്ചിട്ടുണ്ട്. ചില ശബ്ദങ്ങൾ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ചില ശബ്ദങ്ങൾ തിന്മയിൽ കുമിഞ്ഞുകൂടിയ ഒരു ജനതയെ നേരായ പാതയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചില ശബ്ദങ്ങൾ കലാപങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതാണ് മധുരമുള്ള പ്രൗഢമായ ശബ്ദത്തിൻ്റെ പ്രത്യേകത. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചും എന്നെ സംബന്ധിച്ചും താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ വെറും വട്ടപൂജ്യമായിരിക്കും. കാരണം ജന്മനാ എനിക്ക് സംസാരിക്കുവാനുള്ള ശേഷിയില്ല.